ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ഭഗവാന്റെ വലിയൊരു കാരുണ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഇന്നത്തെ ഈ ആരാധനയിൽ ഞങ്ങളും കൊറോണ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് വലിയൊരു കുടുംബാരാധനയിൽ സംബന്ധിക്കുന്നത്. അതിൻ്റേതായ സന്തോഷവും ആനന്ദവും പ്രത്യേക ഒരു അനുഗ്രഹവും ഭഗവാൻ അകതാരിൽ അനുഭവപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് കാരണക്കാരായ മങ്കുഴി സഭയോട് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ആരാധനയുടെ പ്രത്യേകത നമുക്കറിയാം. കൃഷ്ണദാസിൻ്റെ 80ാം പിറന്നാളാണ്. അദ്ദേഹത്തിന് ഒരു നന്ദി വാക്ക് പറയാൻ ആദ്യം ക്ഷണിക്കുകയാണ്. അതിനുശേഷം സ്വാമി സംസാരിക്കും. നമുക്ക് പ്രാർത്ഥന സമർപ്പിക്കാം. കരുണ ഒന്നു ചൊരിയണേ, കരുണയുള്ള ഗുരുവായ കരുണയൊന്നു ചൊരിയണേ. നീക്കി രക്ഷിപ്പാൻ കരുണയാലെ സാധിക്കൂ, ദുരിതം നീക്കി രക്ഷിപ്പാൻ കരുണയാലെ സാധിക്കൂ. കരുണ ഒന്നു ചൊരിയണേ, കരുണയുള്ള ഗുരുവര കരുണയൊന്നു ചൊരിയണേ. സർവലോകനാഥനും സത്യസ്വരൂപനും സർവരക്ഷകനുമായി വാഴുന്ന പരമഗുരുവിൻ്റെ പാദപത്മങ്ങൾ ഭക്തിയാദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ട്, ഗുരുപരമ്പരകളെ ആകമാനം നമസ്കരിച്ചുകൊണ്ട്, പുണ്യതമ്പുരാന്റെ ത്യാഗികളായി കടന്നുപോയ ആ ത്യാഗികളെയും സ്മരിച്ചുകൊണ്ട്, ഇന്ന് തന്നോടൊപ്പം നിലനിന്നുകൊണ്ട് കർമ്മങ്ങളിൽ കൂടി ആ ത്യാഗം നടത്തുന്ന സന്യാസ പരമ്പരകളെ ആകമാനം നമസ്കരിച്ചുകൊണ്ട്, തമ്പുരാൻ്റെ ഭക്തരും വിശ്വാസികളുമായ ഭക്ത ജനങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, അടിയന് ഇന്നിവിടെ ഒരു പ്രാർത്ഥന നടത്തുവാൻ മരുമകൻ ഒരു ചെറിയ ആഗ്രഹമുണ്ടായി. അതനുസരിച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അയ്യൻ്റെ സ്ഥലത്ത് പോയി നടത്താൻ ഒക്കാത്ത ഒരു അവസ്ഥയും കൂടി ഇപ്പോൾ ഉള്ളതുകൊണ്ടും തമ്പുരാനെ ആ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ആരാധന നടത്തുവാൻ തക്ക നിലയിൽ മഹാശക്തി എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ കാരുണ്യം ചൊരിഞ്ഞതോർത്ത് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട്, ഞാൻ പാദത്തിലെത്തിയ കാലം മുതൽ ഇന്നുവരെയും പാദം വിടാതെ കഴിയുവാൻ തക്ക നിലയിൽ ഗുരുനാഥൻ എന്നെ പ്രത്യേകം കരുതിയിരുന്നതുകൊണ്ട്, രണ്ടാമത്തെ തിരുവുടലിൽ വാഴുന്ന ആ വാഴ്ച കാലത്ത് ആ തിരുവുടലിൽ ഉദയം ചെയ്ത അതേ മാസത്തിലാണ് ഞാൻ ആ സന്നിധാനത്തിൽ എത്തുന്നത്. ഞാൻ എത്തിയതല്ല, എന്നെ എത്തിച്ചതാണ്. അന്ന് ഗുരുനാഥൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞത് അതിപ്പോഴാണ് മനസ്സിലായത്. കുഞ്ഞിനെ ഞാനിവിടെ വരുത്തിയതാണ്, അതിനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞത് അതിപ്പോഴാണ് മനസ്സിലായത്. താൻ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾക്കും വ്യത്യാസമില്ലാതെ എന്തോ കൽപ്പിച്ചിട്ടുണ്ടോ അതുപോലെ, അല്ലാതെ നമ്മുടെ സ്വന്തം കാര്യം ചെയ്തിട്ടില്ല. ആ കൽപ്പന അനുസരിച്ച് ജീവിച്ചതിൻ്റെ ഫലമായി എനിക്ക് യാതൊരുവിധ ദുഃഖങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. തമ്പുരാൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ദുഃഖമില്ലായ്മ നമുക്കുണ്ട്. അഥവാ ശരീരവശാൽ മുതിർന്ന പാപത്താലും
ഒക്കെ ഉണ്ടാകുന്ന ചില കടങ്ങൾ തീർക്കേണ്ടതായിട്ട് വരും. അതിന് ഈ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വന്നാൽ അത് ഗുരുവിൻ്റെ ജ്ഞാനത്തിൽ കൂടി ആലോചിച്ച് കണ്ടുപിടിക്കണം. ഈ ജന്മം ചെയ്യും കർമ്മം നല്ലതെന്നിരിക്കലും നിർജന്മ പാപം അതിൽ ബന്ധിച്ചിരിപ്പുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച് തന്നോട് ആശ്രയിച്ച് നമുക്ക് ആ കള്ളം മനസ്സിലായാൽ പിന്നെ ഭഗവാൻ നമ്മളെ കൈവെടുക്കില്ല. നമുക്കതിൽ ദുഃഖമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളെ വളർത്തും. അങ്ങനെ അനേകം അനുഭവമുള്ള ആളാണ് ഞാൻ. ആ പാദത്തിൽ എത്തിയ നാൾ മുതൽ ഇന്നുവരെയും ഇന്ന് ഞാൻ ആ സന്നിധാനത്തിൽ നിന്നാലും ഇന്ന് വന്ന ഒരാളായിട്ട് പുതുതായിട്ട് വരുന്ന ഒരാളെന്നറിയാൻ ഇത്രയും നാളത്തെ പഴക്കമൊന്നും അവിടെ ഞാൻ കാണിക്കത്തില്ല. കാണിക്കാത്തത് എൻ്റെ മഹിമയല്ല, ആൻഡ്രിയുടെ എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ നിലകൊള്ളുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നാത്തത്. അപ്പം ബാക്കിയുള്ളവർ ഇങ്ങനത്തെ വല്ലതുമൊക്കെ കാണിക്കുന്ന കാണുമ്പോഴേ നമുക്ക് അതിശയമില്ല. കാരണം അവർ അമ്പോയ്ക്ക് പറഞ്ഞു തന്നാൽ അത് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ആരോടും പറയരുതെന്നും പറഞ്ഞ് കൈയടിച്ച് സത്യം ചെയ്ത് 4 കാര്യം എന്നോട് പറഞ്ഞു. ആ കാര്യം അറിഞ്ഞാൽ ആർക്കും ഒരു ഇതും തോന്നത്തില്ല. കാരണം നമ്മളിവിടെ ഒന്നുമല്ല, നമുക്കിവിടെ ഒന്നുമില്ല. ആരെങ്കിലും ജനിച്ച കൂട്ടത്തിൽ ഒരു പിടി മണ്ണ് കൊണ്ടുവന്നവരുണ്ടോ? ഇല്ല, ആരുമില്ല. ഇവിടെ വന്ന് ഒരുപാട് മണ്ണും ഭൂമിയൊക്കെ വാങ്ങിച്ച് ഇവിടെ വേണ്ടാത്തൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകും. ഒരിക്കൽ അമ്പോറ്റി സംസാരിച്ചു, ഇവിടെ കളഞ്ഞേക്ക് പോകുന്ന ധനത്തിൻ്റെ പുറവിന് നടക്കുക ആളുകളാണ്. ഇവിടെ കളഞ്ഞേക്ക് പോകുന്നു, അതാ കൂടെ കൊണ്ടുപോകുന്ന ധനം ആർക്കും വേണ്ട. അത് അവരുടെ കുഴപ്പമല്ല, ജന്മാന്തര സുഹൃത്തിൻ്റെ കുഴപ്പമാണ്. ജന്മാന്തര സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ ശബ്ദം മനസ്സിലാകുകയുള്ളൂ, ആ ശബ്ദത്തിൽ കൂടി ജീവിക്കണമെന്ന് തോന്നുകയുള്ളൂ. അങ്ങനെ തോന്നുന്ന ഒരാളിന് മാത്രമേ ഒരു ഭാഗത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിൽക്കാൻ പറ്റും. അങ്ങനെ അടിയനെ ബോധ്യപ്പെടുത്തി ഇത്രയും കാലം ഒരു പ്രയാസവും കൂടാതെ വളർത്തിയ ആ കാരുണ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സന്നിധാനത്തിൽ നിന്ന് ഭഗവാന്റെ പാദത്തിൽ നിന്ന് നമ്മുടെ സെക്രട്ടറി സ്വാമികൾ വന്നിരിക്കുന്നു. ഈ ആരാധനയിൽ അത് നമുക്കൊരു സന്തോഷമായി അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കുകയാണ്. തമ്പുരാൻ്റെ കാരുണ്യം എപ്പോഴും തൻ്റെ ത്യാഗികളിൽ ഉണ്ടാകുവാനും അവരിൽ കൂടി അനേകങ്ങൾ രക്ഷപ്പെടുവാനും തക്കുന്നതിൽ അവരെ കല്ലിക്കൊള്ളുമാറാകണമെന്ന് അപേക്ഷിച്ചു. ഈ ഭവനത്തിൽ എന്തെങ്കിലും കുറവ് കുറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ മാറ്റി രക്ഷിക്കുമാറാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അടിയൻ്റെ ഇനി തമ്പുരാൻ എത്ര കാലം അടിയനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നു അന്നുവരെയും രോഗദുഃഖ ദുരിതങ്ങൾ കൂടാതെ മറ്റൊരാളിന് അടിയൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാകാത്ത നിലയിൽ അവർക്കൊരു ജോലി ഇല്ലാത്ത നിലയിൽ കാത്തുകൊള്ളണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അടിയൻ്റെ വലിയ വാക്കുകൾ വിവാഹത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭാഗ്യത്തെ ദാനമായി നൽകിയ ദൈവത്തെ പ്രാർത്ഥിക്കുന്നേ. ദൈവത്തെ പ്രാണനാഥനെ ഉൾക്കാമ്പിൽ വാഴണേ, ദീർഘനാൾ വാഴണമേ. അദ്ദേഹത്തെ പ്രസ്ഥാനങ്ങളുടെ കുറിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ വാഴ്ചകളെയും ഓർത്ത പ്രഭാവങ്ങൾ എടുത്തുകൊണ്ട് സെക്രട്ടറി സ്വാമിക്കും
സന്യാസ പരമ്പരകൾക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഭക്തരായ പ്രവർത്തനം വിനീതമായ ഉപയർപ്പിച്ചുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിലേക്ക് നിൽക്കുന്നതല്ല. പുരുഷുകാരൻ്റെ 80-ാം പിറന്നാളാണ്. അദ്ദേഹത്തിന് മംഗളങ്ങളും ദീർഘായുസ്സും നേരുക, അതാണ് എൻ്റെ ജോലി. അത് ഞാൻ ഈ സമയം നേർന്നു കൊള്ളുന്നു. പിന്നെ ഇത് പ്രഭാഷണത്തിനുള്ള സമയമല്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായി സംസാരിക്കാറുണ്ടെങ്കിൽ അതെല്ലാം തെക്കടുത്ത് സംസാരിക്കും. അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ സമയം നീക്കി വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിവാഹത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് വലിയ ചതിയായിരിക്കും. എന്ന് സംസാരിക്കില്ലേ? ഞാൻ മകൾ ഇന്ന് സംസാരിക്കാം. ഗുരുനാഥ അങ്ങേയോർത്തു ഓടിയെത്തിടുന്നു തൃപ്പാദത്തിൽ. പാദാരവിന്ദം നമിച്ചിടുമ്പോൾ പാപഭാരങ്ങൾ ഒഴിഞ്ഞിടുന്നു. സർവത്തെയും സൃഷ്ടിച്ച് സത്യത്തിലും സദാസമയം വാഴുന്ന ആ സർവശക്തിയെ പ്രത്യേക മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും ഓരോരോ കാലങ്ങളിൽ തിരോധാരമായി വന്ന് അവതാര രഹസ്യങ്ങളെ ലോകത്തിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വാണിരുന്ന ആ തിരോധാരങ്ങളെ ഓരോന്നിനെയും ഓർത്തുകൊണ്ട് കലിയുഗത്തിൽ സമ്പൂർണ്ണാവതാരമായി വന്ന് സദ്ഗുരുനാഥൻ 69 വർഷക്കാല ലോകത്തിൽ വാണിരുന്നുകൊണ്ട് നമ്മെപ്പോലെയുള്ള മനുഷ്യാത്മാക്കളുടെ സകലവിധ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഈ പുണ്യാദർശം ലോകത്തിൽ സ്ഥാപിച്ചു. അതിനുവേണ്ടി താൻ എത്രയോ കാലങ്ങൾ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും പരിഹാസങ്ങളും ഏറെ വാങ്ങി ലോകത്തിൽ വാണിരുന്ന ആ പന്തിരുടലിൻ്റെ പുണ്യപാദങ്ങളെ ഭക്തിപൂർവ്വം നമസ്കരിച്ചുകൊണ്ടും ഈ പുണ്യാദർശത്തെ വീണ്ടും ലോകത്തിൽ ഉയർത്തുകയും അനേക ലക്ഷങ്ങളെ പുണ്യപാദത്തിൽ മാറി വിളിച്ച് ഒരാനന്ദ വാഴ്ച നടത്തിയ ആനന്ദീയ മൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ടും വീണ്ടും 12 വർഷക്കാലം ഗുരുപ്രസാദ ഗുരുദേവനായി ആത്മലോകത്തിൻ്റെ നിത്യരക്ഷകനായി വാണിരുന്ന പൊന്നമ്പൂച്ചിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ടും വീണ്ടും 17 വർഷക്കാലം നമുക്ക് വേണ്ടി ധീരനായി വാണിരുന്ന ആ തിരുവുടലിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ടും മാറ്റവും മരണവുമില്ലാത്ത ശുഭാനന്ദ മഹശക്തി പരമ്പരകളെയും സ്വീകരിച്ചു വാഴുന്ന അധികാലം മുതൽ തന്നോടൊപ്പം അനേക വിധത്തിലുള്ള ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് കടന്നുപോയ ആ പുണ്യപുരുഷന്മാരെ ഓരോരുത്തരെയും ഈ സമയം നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്ന ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സ്വാമി ശുഭാനന്ദ സ്വാമികളെ വിനയപൂർവ്വം നമസ്കരിച്ചുകൊണ്ടും 80 വയസ്സിലെത്തി നിൽക്കുന്ന അമ്പൂച്ചിയുടെ കണ്ണിലുണ്ണിയായ പുരുഷൻ സാറിനെ വളരെ ബഹുമാന പുരുഷനെ നമസ്കരിച്ചുകൊണ്ടും മറ്റ് ഭക്തജനങ്ങളെ ഏവരെയും വിനയാദരപൂർവ്വം ഭഗവത്നാമത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ആരാധനയിൽ എന്താണോ പറയേണ്ടത് അത് തിരുഹൃദയത്തിൽ നിന്നും അടിയനിലേക്ക് കരുണയോടെ ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കാലത്തും ഭഗവാൻ ലോകത്തിൽ തിരുവതാരമായി വരുമ്പോൾ തൻ്റെ ഉത്കൃഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ താൻ തന്നെ നിയോഗിച്ചിട്ടുള്ള മറ്റ് ജന്മങ്ങളും തന്നോടൊപ്പം ലോകത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമാവതാര വാഴ്ചക്കാലത്തായാലും കൃഷ്ണാവതാര വാഴ്ചക്കാലത്തായാലും നമ്മൾ ഓരോ അവതാരങ്ങൾ ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ തിരികിതങ്ങൾ ഏറ്റെടുത്ത് ലോകത്തിൽ തന്നോടൊപ്പം പ്രവർത്തിച്ച പുണ്യാത്മാക്കളെ ധാരാളം പേരെ നമുക്ക് കാണുവാൻ കഴിയും. അത്തരത്തിൽ കലിയുഗത്തിലും തമ്പുരാൻ തിരുവതാരമായി വന്നപ്പോൾ തൻ്റെ ആദർശ കർമ്മങ്ങൾ ലോകത്തിൽ നിർവഹിക്കുവാൻ നമ്മളെയൊക്കെയാണ് ഭഗവാൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ച് ഈ കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരവും ഭാഗ്യവും തന്നെ. അപ്പോൾ ഓരോരുത്തരുടെയും ഈ ജന്മത്തിൻ്റെ മാഹാത്മ്യം അവരവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുജന്മങ്ങളിലുള്ള ദോഷങ്ങൾ പോലും ഈ ജന്മം കൊണ്ട് തീർത്ത് ആത്മാവിനെ വീണ്ടെടുക്കുന്ന അതിപരിശുദ്ധമായ ഒരു ആദർശമാണ് ആത്മബോധോദയ സംഘം. എത്ര ജന്മങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്കാർക്കും വ്യക്തമായി നമുക്ക് അറിവില്ല.
അപ്പോൾ നമ്മളിൽ മറവായിരിക്കുന്ന ഈ അറിവുകളെ നമ്മളിൽ ബോധ്യപ്പെടുത്തി നമ്മൾ ചെയ്തു തീർക്കേണ്ട കടമകളെയും കർത്തവ്യങ്ങളെയും നമ്മളിൽ അകലാൽ ബോധ്യപ്പെടുത്തി അതിനു വേണ്ടിയിട്ടുള്ള കർമ്മരംഗങ്ങളെയാണ് നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ്. എന്തുകൊണ്ടാണ്? എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യ ജന്മത്തിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവതാര വാഴ്ചക്കാലത്ത് അവതാരത്തോടൊത്ത് ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ രണ്ട് ഭാഗ്യങ്ങൾക്ക് അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ് എന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രത്യേക കാരണമാണ്. നമ്മളാരും ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ മാതാപിതാക്കളെ കാണുകയോ ഗ്രന്ഥങ്ങളിൽ കൂടിയുള്ള പരിചയം കേട്ട് പരിചയമേ ഉള്ളൂ. ആനന്ദജി ഗുരുദേവന്റെ മാതാപിതാക്കളായാലും എന്തായാലും ഒരു ശരീരത്തിന് ലോകത്തിലേക്ക് സംഭാവന ചെയ്ത രണ്ട് ശരീരങ്ങൾ കാണുമല്ലോ, ഒരു മാതാവും ഒരു പിതാവും. അത് ഗുരുപ്രസാദ് ഗുരുദേവന്റെ ആയാലും സദാനന്ദ സിദ്ധ ഗുരുദേവന്റെ ആയാലും നമ്മളാരും നേരിട്ട് കണ്ടവർ വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ സൗഭാഗ്യം ഇന്ന് നമ്മളെ വാഴുന്ന ദേവാനന്ദ ഗുരുദേവ തിരുവടികൾക്ക് ലോകത്തിലേക്ക് ജന്മം കൊടുത്ത ആ പുണ്യമേറിയ മാതാപിതാക്കളോടൊപ്പം നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞത് നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുമ്പ് നമ്മുടെ തപോശതാബ്ദിയുടെ പ്രചരണാർത്ഥം ഞാൻ കരുനാഗപ്പള്ളിയിലെ നമ്മുടെ ഇടപെട്ട് പി കെ വിജയപ്രസാദ് സാറിൻ്റെ വീട്ടിലൊരു ആരാധനയ്ക്ക് സംബന്ധിക്കുവാനുള്ള അവസരമുണ്ടായി. അന്നവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, വലിയ മാമുനികൾക്ക് പോലും മഹർഷീശ്വരന്മാർക്ക് പോലും അവിടെ പ്രത്യേക പ്രാർത്ഥനാ യോഗം ഉണ്ടോ? അവിടെ കുറെ നേരം കൊണ്ട് ഭയങ്കര വർത്താനം. അവരിങ്ങോട്ട് വിളിക്കും, ഇവിടെ വെച്ച് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ വലിയ മാമുനികന്മാർക്ക് പോലും മന്വന്തരങ്ങളോളം തപസ്സനുഷ്ഠിച്ച മഹർഷീശ്വരന്മാർക്ക് പോലും ലഭിക്കാത്ത പരമഭാഗ്യമാണ് നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ ആ ആരാധനയിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ ഭഗവാന്റെ കാരുണ്യത്തിൽ കൂടി അന്ന് പുരുഷൻ സാറിനും ശാന്തമ്മ അമ്മയ്ക്കും അവിടെ കരുനാഗപ്പള്ളി സഭയിലെ ഒരു പ്രത്യേക സ്വീകരണം കൊടുക്കുന്ന ഒരു സമയത്താണ് ഞാൻ അവിടെ കടന്നു. യാദൃശ്ചികമായിട്ട് അതിനെ കടന്നു എന്നാണ്. അപ്പോൾ എന്നെ ഇതുപോലെ രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് അധികം ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയാം, സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞുപോയി. കാരണം ഇവരെ പോലെയുള്ള പുണ്യാത്മാക്കളോട് ഒത്ത് ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നതാണ് സാധാരണപ്പെട്ട നമ്മളെപ്പോലെയുള്ള ആളുകളുടെ മഹാഭാഗ്യം. ഈ ആദർശം ലോകത്തിൽ വളർത്തുവാൻ ദൈവം നിയോഗിച്ച, ദൈവം അതിനുവേണ്ടി മുന്നമേ കരുതി വച്ചിരുന്ന ഒരു തിരുശരീരത്തിന് ലോകത്തിലേക്ക് ജന്മം കൊടുക്കുവാൻ അല്ലെങ്കിൽ അതിന് ഈശ്വരൻ തീരുമാനിച്ച രണ്ട് ശരീരങ്ങളെ നമ്മളോടുകൂടെ ഇന്ന് നമുക്ക് സഹകരിച്ചു പോകുവാൻ സ്നേഹവും. എനിക്കാണെങ്കിൽ ഒരു 37 വർഷത്തെ പരിചയമുണ്ട് ഈ പുണ്യാത്മാവുമായിട്ട്. ഞങ്ങൾ 2000 തിരുവനന്തപുരം ജ്യോതി ആശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തോട് സംബന്ധിച്ച് അതിൻ്റെ പണികാര്യങ്ങൾക്ക് അവിടെ ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ പുരുഷൻ സാറും സംഘവും വെക്കാനും കൂടെ അവിടെ പെയിന്റിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 1-2 മാസക്കാലം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒന്നിച്ചുറങ്ങാനുള്ള ഒരു വലിയൊരു ഭാഗ്യം അന്ന് ഭഗവാൻ തരികയുണ്ടായി. പക്ഷെ അന്നൊന്നും ഇങ്ങനെ വിചാരിച്ചില്ല. ഇദ്ദേഹത്തിൽ കൂടി ലോകത്തിലേക്ക് ജന്മം സ്വീകരിച്ച ദേവരാജൻ എന്ന് പറയുന്ന ദേവാനന്ദ സ്വാമി എന്ന് പറയുന്ന ആ പുണ്യാത്മാവ് പിന്നീടൊരു സമയത്ത് ഈ പുണ്യാദർശത്തിൻ്റെ നമ്മുടെ എല്ലാം രക്ഷകനായി, നമ്മുടെ എല്ലാം കൺകണ്ട ദൈവമായി ഒരിക്കൽ ഇങ്ങനെ ഒരു അനുഭവസ്ഥതയിലേക്ക് എത്തിച്ചേരുമെന്നൊന്നും നമ്മൾ സാറിനോടൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിലുള്ള ഒരു സ്നേഹവും ബഹുമാനവും. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് കാണുമ്പോൾ ഉള്ളുകൊണ്ടൊരു അല്പം ഒരു ഭയം, മാറി നിൽക്കാനുള്ളൊരു, പിന്നെ ആരും പറയാതെ തന്നെ ഇച്ചിരി അകലം പാലിച്ച് നിൽക്കാനുള്ളൊരു മനസ്സിൻ്റെ ഒരു ചിന്ത. എന്തുകൊണ്ടാണ് അപ്രകാരം ആ മഹാഗുരുവിൻ്റെ ശരീര വാഴ്ചയ്ക്ക് വേണ്ടി പിന്നെ സ്വീകരിച്ച ഒരു തിരുവുടലിൽ നിന്ന് ലോകത്തിലേക്ക് ജന്മം കൊടുത്ത അതാണ് ആ ശരീരം. അപ്പോൾ അന്ന് പുരുഷൻ സാറിൻ്റെ 80ാം പിറന്നാളാണ്. അപ്പോൾ രാവിലെ ആശ്രമത്തിൽ വന്നു, ഭഗവാന് ദക്ഷിണയൊക്കെ കൊടുത്തു. അമ്പോഴത്തേക്കും വളരെ സന്തോഷമായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉച്ചയായപ്പോൾ എന്നോട് ചോദിച്ചത്, ഇന്ന് മങ്കുഴിയിലാണ് പ്രാർത്ഥന, പുരുഷൻ സാറിൻ്റെ
80-ാം പിറന്നാളാണ്, സ്വാമിയും കൂടെ പോകണമെന്ന് പറഞ്ഞ് യാദൃശ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ കൽപ്പിച്ചത് ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. എന്തായാലും ഈ പുണ്യഭൂമിക്ക് ഒരു വലിയൊരു മഹത്വമുണ്ട്. എന്താണ്? ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ഏറെക്കാലം തൻ്റെ ശരീരത്തോടൊപ്പം ചേർത്ത് വച്ചിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ ചിന്തകളിൽ അല്ലെങ്കിൽ തൻ്റെ കർമ്മപദ്ധതികളിൽ ഏറെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മങ്കുഴി എന്ന് പറയുന്നത്. തെക്കേ മങ്കുഴി ഈ ഭാഗമൊക്കെ ഭഗവാൻ എത്രയോ കാലങ്ങൾ നമ്മൾ നടന്ന് ശീലിക്കുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെ ഭഗവാൻ നടക്കുകയും ആളുകളെ തേടിപ്പിടിക്കുകയും വലിയ ചരിത്രപരമായ നമ്മുടെ ആത്മബോധോദയ സംഘത്തിന്റെ ചരിത്രങ്ങളിൽ പോലും, ചരിത്രത്തിന്റെ താളുകളിൽ പോലും പ്രഥമ സ്ഥാനമുള്ള ഒരു പ്രദേശമാണ് മങ്കുഴി. അപ്പൊ തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള സാധാരണ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവും വലിയ സന്തോഷവും ഉണ്ട് ഈ പ്രദേശത്തേക്ക് ഒരു കുടുംബത്തിലൊരു ആരാധനയ്ക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്? ഭഗവാൻ കടന്നു വന്ന വഴികളും ഭഗവാൻ വിശ്രമിച്ച ഭവനങ്ങളും ഒക്കെയാണ് ഈ പ്രദേശത്തുള്ളത്. നമുക്കതിൻ്റെ മാഹാത്മ്യം എത്ര കണ്ട് നമ്മളത് മനസ്സിൽ വിലയിരുത്തി നമ്മൾ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കുമേ മനസ്സിലാകുന്നുള്ളൂ. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്രകാരം വളരെ പ്രാധാന്യമേറിയ ഈ ഭൂപ്രദേശത്തെ ആത്മബോധോദയ സംഗതി ഇനിയും വരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴത്തെ തലമുറകൾ, ഇപ്പൊ ശുഭാനന്ദ സ്വാമിയൊക്കെ ആണെങ്കിൽ ഭഗവാന് നേരിട്ട് കണ്ടിട്ടുള്ള ആ ഓർമ്മകളൊക്കെ സ്വാമിക്കൊക്കെ ഉണ്ട്, സ്വാമിയൊക്കെ കണ്ടു. ഇനിയൊരു തലമുറ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ പോലും അവർക്ക് വിശ്വാസം വരില്ല. ഇങ്ങനെ ഈ സ്ഥലത്തുകൂടെ ഒക്കെ ഭഗവാൻ വന്നിട്ടുള്ളതാണ്, ഈ വീടുകളിലൊക്കെ വിശ്രമിച്ചിട്ടുള്ളതാണ്, ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, വലിയ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഇനി വരുന്ന തലമുറകൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അത്രമാത്രം വളരെ മാഹാത്മ്യമുള്ള ഒരു തിരുവവതാരത്തോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു പ്രാധാന്യം കൂടെ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. കൃഷ്ണൻ വന്നു, രാമൻ വന്നു, എവിടെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു. അവര് ശരീരം ഉപേക്ഷിച്ച് അവര് ആ നാമത്തിൽ പിന്നീട് ലോകത്തിൽ തിരിച്ചു വന്നതായൊരു ചരിത്രമില്ല. അതേസമയത്ത് ശുഭാനന്ദ ഗുരുദേവൻ കലിയുഗ കൽകി തിരുവവതാരമായി വന്നു. 69 വർഷം വരെ ഒരു തിരുശരീരം സ്വീകരിച്ചു. ലോകത്തിന്റെ നാശത്തിന്റെ നരകത്തിൽ നിന്നും ഈ ലോകത്തെയും മനുഷ്യാത്മാക്കളെയും സർവസൃഷ്ടികളെയും വീണ്ടെടുക്കുവാനുള്ള നിയമവും വ്യവസ്ഥയും ഈ ലോകത്തിൽ പാസാക്കി ആ ശരീരത്തിലിരുന്ന് കർമ്മം പൂർത്തിയാക്കിയപ്പോൾ അടുത്ത ഒരു ശരീരത്തെ സ്വീകരിച്ച് വീണ്ടും താൻ തന്നെ വന്ന് തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്. ഇവിടെ അവതാരം ആ ശരീരം കൊണ്ട്, ശരീരത്തിന്റെ മഹാസമാധി കൊണ്ട് അവതാര ഉദ്ദേശം പൂർണ്ണമായി നിൽക്കുന്നില്ല, അവിടെ വീണ്ടും തുടരുകയാണ്. തിരിച്ചു വന്നപ്പോൾ പറയനെന്നുള്ള ഒരു കാലത്ത് പരിഹാസം പറഞ്ഞ മനുഷ്യാത്മാക്കളുടെ ഇടയിലാണിത് പറയാനല്ല. ആ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവും സർവ്വസൃഷ്ടികൾക്കുള്ളിൽ അറിവായി നിൽക്കുന്ന ആ ബോധമാണ് കലിയുഗത്തിൽ ശുഭാനന്ദ നാമത്തിൽ തിരുവവതാരം ചെയ്ത് വാണിരുന്നത് എന്നുള്ള സത്യത്തെ പകൽ പോലെ ആ മനുഷ്യാത്മാക്കളിൽ തെളിയിച്ചുകൊണ്ടാണ് 26 വർഷക്കാലമാണ്. നമ്മളിപ്പോൾ ഇപ്പോഴും അമ്പത്തി എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞ് കടന്നു പോകുന്നു. പക്ഷേ ത്യാഗങ്ങളും കഷ്ടതകളും എത്രമാത്രം അനുഭവിച്ചിരുന്നു എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ലോകത്തിൽ കരുതി വെച്ചിരുന്ന പരമോത്കൃഷ്ടമായിട്ടുള്ള ഈ അറിവിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കപ്പെടേണ്ട, നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കപ്പെടേണ്ട അനേക കാര്യങ്ങൾ നമുക്ക് ലോകത്തിലുണ്ട്. അപ്പം ഞാൻ കൂടുതലായി ദീർഘമായി ഒന്നും പറയുന്നില്ല. 8:30 മുമ്പേ പ്രാർത്ഥന നിർത്തണമെന്നുള്ള ആണ് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊക്കെ ഈ ലോകത്തിൽ ഭഗവാൻ അനുവദിച്ചു തന്ന ഈ വിശിഷ്ടമായ ജന്മം നമ്മൾ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ്, എപ്പോഴാണ് നമുക്ക് ലോകത്തിൽ നിന്ന് ജീവിതം അവസാനിച്ച് നമ്മൾ ഓരോരുത്തരും പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. വലിയ അറിവുള്ളവൻ, വലിയ കണ്ടുപിടുത്തം നടത്തുന്നവൻ, വലിയ ശാസ്ത്രജ്ഞൻ, എല്ലാ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല ഞാനെപ്പോൾ മരിച്ചു പോകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരു നിഴൽ പോലെ എപ്പോഴും മരണം നമ്മുടെ കൂടെ നടക്കുകയാണ്. ആ മരണത്തിൽ കൂടി കടന്നു പോകുന്നതിന് ഇപ്പം നമ്മുടെ കൂടെ വലിയൊരു കൂട്ടായ്മയിൽ നമ്മളോടുകൂടെ വളരെയേറെ നാള് സഹകരിച്ച ഒരാളാണ് നമ്മുടെ ഉണ്ണിത്താൻ ഭക്തന്റെ മകൻ ഗോപകുമാർ. പെട്ടെന്നൊരു നിമിഷത്തിൽ അദ്ദേഹം നമ്മളെ വിട്ട് കടന്നുപോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇപ്പൊ കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം ലോകത്തെ മുഴുവനും പിടിച്ച് വല്ലാതെ എല്ലാവരും ഭയപ്പെട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് നമ്മളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്തിലൂടെ നമ്മൾ ഈ മാസ്ക് വെച്ചിരിക്കുന്ന കണ്ണാടിയൊക്കെ വെച്ചാൽ ചില ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ എത്ര അടുത്തിരുന്ന് പരിചയമുള്ള ആളായാലും മാസ്ക് മാറ്റാതെ എന്ന് അമ്പൂറ്റി അടുത്ത് പലരും വരുമ്പോൾ ഞാനിങ്ങനെ ആളുകളെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ഇതാരാണ് നിൽക്കുന്നതെന്ന്. കാരണം എന്താണ്? മുഖം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്.
നമ്മുടെ യഥാർത്ഥമായ മുഖം മറയ്ക്കപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് പരസ്പരം ഭയമാണ്. എന്താണ്? എന്തിനെയാണ് നമ്മൾ ഭയക്കുന്നത്? ഞാൻ ഒരാളടുത്ത് കായികമായ ശേഷി ഉപയോഗിച്ച് ഒരുത്തിനെ പരാജയപ്പെടുത്തുമെന്നുള്ള ഭയമല്ല, മറിച്ച് ആ കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം എന്നിലുണ്ടോ, അടുത്ത് നിൽക്കുന്നവനിലുണ്ടോ, അത് എന്നിലേക്ക് പകരുമോ, എന്നിലുള്ളത് അവനിലേക്ക് പകരുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണ് ഇന്ന് ലോകം മുഴുവനും. ശാസ്ത്രം എത്രമാത്രം വളർന്നു, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. പക്ഷേ നിസ്സാരമായ ഒരു വൈറസ് വന്നപ്പോൾ ഇവന്റെ കഴിവുകളെല്ലാം, ഇവന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം അസ്ഥാനത്തായി പോയി. ഞാൻ വേറൊന്നും പറയില്ല, ശാസ്ത്രത്തെയോ ഇവിടെ നടക്കുന്ന ഉന്നതമായ സാങ്കേതികപരമായ ഇതിനൊന്നും ഞാൻ പരിഹസിച്ച് പറയുകയല്ല. പക്ഷെ വാസ്തവം അതാണ്. എന്ത്? ഈ കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം ബാധിച്ച്, അല്ലെങ്കിൽ എത്രയെണ്ണം നമ്മുടെ കൂടെ നടക്കുന്നവൻ, സംസാരിച്ചുകൊണ്ട് ഒന്ന് നടന്നു പോകുന്നവൻ എപ്പോഴാണ് താഴെ വീണ് മരിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു വലിയൊരു ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാന കാലഘട്ടം ഭയത്തിന്റെയും സംഭ്രമത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെയാണ് നാം ഭഗവാനോടൊപ്പം നാമും ലോകത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണ്, ഏത് സമയത്താണ് എന്ന് പറയാം. പക്ഷേ തീർച്ചയായിട്ടും നമ്മെക്കൊണ്ട് മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്തു തീർക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും ഒട്ടനവധിയുണ്ട്. അത് ചെയ്ത് തീർത്ത് പൂർണ്ണമായി കടന്നു പോകാൻ ആരെക്കൊണ്ടും കഴിയില്ല. പക്ഷേ ആത്മാവിന്റെ ശാന്തിയെ നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് വലിയ ജീവിത പദ്ധതികൾ നമുക്ക് ഭഗവാൻ ദാനം ചെയ്തിട്ടുണ്ട്. അതിലൂടെ ജീവിച്ച് മുന്നേറുവാൻ ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്. ഇതിനൂടെ ഉണ്ടോ? ഇങ്ങോട്ട് വരാൻ വെച്ച് ആത്മബോധോദയ സംഘത്തിന്റെ പേരിലുള്ള ഒരു പൊന്നാട അണിയിക്കുവാനാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിങ്ങൾ അതിന് അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശിവാനന്ദ ആശ്രമത്തിന് വേണ്ടി ഭഗവാന്റെ ഒരു പ്രതിനിധിയായി ഈ ആരാധനാവേദിയിൽ കടന്നു വന്ന് എൻ്റെ ആത്മമിത്രമായ 80 വയസ്സായി, എൻ്റെ അച്ഛനും 82 വയസ്സായി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പിതാവിന് തുല്യമായി ഞാൻ കാണുകയാണ് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു ആദരവ് സമർപ്പിക്കും. ഹൃദയങ്ങളിലെപ്പോഴും മാധുര്യമേറുന്നു തമ്പുരാനേ, ആനന്ദഗീതങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ ആനന്ദപ്പൂമധു നൽകിയിടുന്നു, ആനന്ദപ്പൂമധു നൽകിയിടുന്നു. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ. ഇങ്ങനെ ഒന്ന് കടന്നു വരുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ ഭഗവാൻ അനുവദിച്ച് പ്രത്യേകം ഭഗവാനോട് നന്ദി. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്തിൽ കൂടി ഇങ്ങനെ ഒന്ന് കടന്നു വരുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ ഭഗവാൻ അനുവദിച്ച് പ്രത്യേകം ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഗുരുവാനത്തിൽ സമർപ്പിക്കുന്നു. നന്ദി. ഉടയവനാം ജഗദീശ്വരന്റെ
സർവദൂതനും സർവരക്ഷകനും ജീവന്റെ ഉടമസ്ഥനും അടിയങ്ങളുടെ രക്ഷിതാവുമായി അടിയങ്ങളുടെ അകതാരിൽ വാഴുന്ന അടിയങ്ങളുടെ പരമഗുരുവായ പരിശുദ്ധനെ അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചരുളി തന്നിട്ടുള്ള ഈ വിശുദ്ധിയേറിയ വെള്ളിയാഴ്ചയുടെ സന്ധ്യാസമയം മുതൽ ഇത് സമയം വരെയും അങ്ങയുടെ ഭക്തഭവനത്തിൽ അങ്ങയുടെ ദൂതന്മാരാൽ അങ്ങ് നടത്തപ്പെട്ട ഈ ആരാധനയെ കണ്ടറിയുന്ന മനുഷ്യജന്മങ്ങളുടെ മഹനീയമായ ഭാഗ്യമാകുന്നു ഈ ആരാധന എന്നടിയങ്ങൾ അറിയുന്നു. ആരാധ്യനാകുന്ന ജഗദീശ്വരനെ ഹൃദയത്തിൽ കൂടി എഴുന്നള്ളിച്ചിരുത്തിക്കൊണ്ട് അങ്ങ് അടിയങ്ങൾക്ക് ദാനം ചെയ്ത തിരുനാമ സങ്കീർത്തനങ്ങൾ പാടി അടിയങ്ങൾ ദേഹവും ലോകവും മറന്ന് പരമാനന്ദത്തിൽ ലയിക്കുന്ന സുവർണമായ ഭാഗ്യമാകുന്നു ആരാധന എന്നടിയങ്ങൾ അറിയുന്നു. ആരാധനയിൽ പങ്കെടുക്കുവാൻ അടിയങ്ങളെ അനുവദിച്ച പരിശുദ്ധമുള്ളത് ഈ ആരാധന ലോകത്തിന് ഭാഗ്യമായി തന്ന അടിയങ്ങളുടെ പരിശുദ്ധമുള്ള ദൈവം നന്ദിയോടെ അടിയങ്ങൾ അങ്ങേ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ആദ്യകാലത്ത് അങ്ങ് അവതാരമായി വന്നപ്പോൾ ഈ പ്രദേശത്തുകൂടെയൊക്കെ ചുറ്റി സഞ്ചരിച്ച് സാധുക്കളുടെ കുടിലുകളിൽ കയറിയിറങ്ങി സന്താനങ്ങളെ തേടിയെടുത്ത കാലങ്ങൾ അടിയങ്ങൾ ഓർക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അങ്ങേ അകറ്റി ആ നിർത്തിയിരുന്ന കാലയളവുകളിൽ ധീരനായി നിന്നുകൊണ്ട് സ്വർഗീയ വ്യവസ്ഥയാകുന്ന ആത്മബോധോദയ സംഘം ഈ ലോകത്തിൽ സ്ഥാപിച്ച് പുലർത്തിയിരുന്ന ആ കാലങ്ങളടിയങ്ങൾ ഓർക്കുന്നത്. അത്ഭുതപ്പെടുവാൻ തക്ക വിധത്തിൽ ആദർശത്തെ വളർത്തി അനേക സ്ഥാപനങ്ങളെ സമ്പാദിച്ച് ആ ശുഭാനന്ദ മോട്ടോർ സർവീസ് പോലും അക്കാലത്ത് അങ്ങ് സമ്പാദിച്ച് അനേക പ്രവർത്തനങ്ങൾ ലോകത്തിൽ നടത്തിയിരുന്നു നടിയങ്ങൾ അറിയുന്നു. തന്റെ തിരുഹൃദയത്തിൽ കരുതിയ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് തിരുശരീരം ഉപേക്ഷിച്ച് വീണ്ടും ഒരു തിരിച്ചുവിടലിൽ അങ്ങ് നേർച്ചയായി സ്വീകരിച്ച ഒരു മനോമന തിരുവുടലിൽ അങ്ങ് തിരിച്ചു വന്ന് വാണിരുന്ന വാഴ്ചയടിയങ്ങൾ ഓർക്കുന്നത്. ആനന്ദ വാഴ്ചയടിയങ്ങൾ ഓർക്കുന്നത്. കാലത്ത് ആദ്യ തിരുവുടലിൽ താൻ കരുതിയ പല കാര്യങ്ങളും തിരിച്ചെഴുന്നള്ളി വന്നാകുന്നു ലോകത്തിൽ നടപ്പാക്കിയതെന്നടിയങ്ങൾ അറിയുന്നു. ആരാസ്തുതിയും 12 വെള്ളിയാഴ്ച വ്രതവും 12 ആചാര്യന്മാരുടെ നിയമസ്തുതിയും 27 ആചാര്യന്മാരുടെ നിയമസ്തുതി എന്നുവേണ്ട ഇന്ന് ആത്മബോധോദയ സംഘത്തിൽ എന്തെല്ലാം നിയമങ്ങളോ എന്തെല്ലാം ആചാരങ്ങളുണ്ടോ അതെല്ലാം സ്ഥാപിച്ചതും നടപ്പാക്കിയതും തിരിച്ചു വന്നാകുന്നു എന്നടിയങ്ങൾ അറിയുന്നു. ആ വരവും വാഴ്ചയെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. പ്രകാരം അക്കാലത്ത് ലോകത്തിന്റെ ആ മധ്യജന്മങ്ങളുടെ സർവ്വവിനാകുന്നു അങ്ങയുടെ പുണ്യഭവനത്തിൽ വെച്ച് അങ്ങയുടെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ അങ്ങയുടെ ഭക്ത സമൂഹങ്ങളുടെ ആ ഒത്തുചേരലിൽ അങ്ങും ദൂതന്മാരും നടത്തിയതെന്ന് ഞങ്ങൾ അറിയുന്നു. ആരാധന അനുഗ്രഹമാക്കി നടത്തി തന്ന ഇവിടെ 80 വയസ്സിലെത്തി നിൽക്കുന്ന അങ്ങയുടെ ആത്മമിത്രത്തെ കണ്ടറിയുന്ന പരിശുദ്ധ ആരോഗ്യ ആയുസ് നൽകി എന്നെന്നും അടിയങ്ങൾക്ക് കണ്ട് സന്തോഷിക്കുവാൻ തക്ക വിധത്തിൽ ആരോഗ്യവാനായി എന്നും ആ സ്നേഹത്തോടുകൂടി ആത്മാക്കളോടൊത്ത് ലോകത്തിൽ ജീവിക്കുവാൻ കരുതിക്കൊള്ളണമേ. ഇന്നും വാഴുന്ന പരിശുദ്ധ പുണ്യ ശരീരത്തെ ലോകത്തിലേക്ക് ദാനം ചെയ്ത മാതാപിതാക്കളാകുന്നു അവരെന്ന് അടിയങ്ങൾ അറിയുന്നു. ഓരോ തിരുവുടലിന്റെയും പുണ്യ മാതാപിതാക്കളെ അടിയങ്ങൾ ഓർക്കുന്നത്. അവരെത്രമാത്രം കഷ്ടതകളും ത്യാഗങ്ങളും തപസ്സും അനുഷ്ഠിച്ചാകുന്നു ഇപ്രകാരമുള്ള മഹാപുരുഷന്മാരെ ലോകത്തിലേക്ക് ദാനം ചെയ്തതെന്ന് അടിയങ്ങൾ അറിയുന്നത്. അപ്രകാരങ്ങൾക്ക് വേണ്ടി ഇന്നും വാഴുന്ന വാഴ്ചയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മഹാകർമ്മങ്ങളൊക്കെ ലോകത്തിൽ നടത്തുവാൻ അങ്ങ് തന്നെ വാഴുന്നു നടിയങ്ങൾ അറിയുന്നത്. ഈ പ്രാവശ്യത്തെ 12 വെള്ളിയാഴ്ച വ്രതത്തിന്റെ സമാപനമാകുന്ന തീർത്ഥാടനം യാതൊരു തടസ്സങ്ങളും കൂടാതെ നടത്തുവാൻ തിരുവള്ളത്തിൽ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് നടിയങ്ങൾ അറിയുന്നത്. ആ തീരുമാനപ്രകാരം നടത്തുവാൻ ഏഴകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് കാണുന്നു. ഏഴകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് കാണുന്നു. എത്രയോ നാളായി തിരുമുമ്പിലെത്തി തിരുമുഖമംഗലം പാർത്ത് തൃപ്പാദത്തിൽ നമസ്കരിച്ച് അങ്ങയുടെ ഒരു ആരാധനയിൽ സംബന്ധിച്ച് ആനന്ദം അനുഭവിച്ചിട്ടുള്ള നടിയങ്ങൾ ഓർക്കുന്നത്. കരുണയോടെ അതിനുള്ള അവസരങ്ങളെ താമസമിന അങ്ങ് ദാനം ചെയ്യണമേ എന്ന് ഇരുമുടിക്കെട്ടുമായി പൊന്നുവാദത്തിലെത്തി അവിടെ സമർപ്പിച്ച് ആനന്ദ ലഹരിയിൽ ആടിയങ്ങൾ സർവ്വദോഷങ്ങൾ അവിടെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധമായ ഒരു പുനർജീവിതത്തിലൂടെ തിരികെ വരുവാൻ ഏഴകളെ കാത്തുകൊള്ളണമേ. അതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് കാണുന്നു. മഹാഗോപുരത്തെ ലോകത്തിൽ സ്ഥാപിക്കുന്ന പരിശുദ്ധം, മഹാസ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് വാഴുന്ന പരിശുദ്ധം, നാട്ടിലും ആ അനേക സ്ഥലങ്ങളിലും അങ്ങയുടെ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് കാണുന്നല്ലോ. സ്വദേശത്തും വിദേശത്തുമായി അനേക സന്താനങ്ങളുണ്ടെന്ന് കാണുന്നല്ലോ. ഇവരെയും കാത്തു പരിപാലിച്ചുകൊണ്ട് കൂടെ വാഴുന്ന പരിശുദ്ധമുള്ളത്. ദീർഘകാലം വാഴുവാൻ കരുണയുണ്ടാകണം, ദീർഘകാലം വാഴുവാൻ കരുണയുണ്ടാകണം. അതിനായി വാഴുന്ന പരിശുദ്ധമുള്ളത് അവ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സമസ്തവും മഹനീയവാദി.